ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന വിഷയമായിരുന്നു ആട്ടിൻ തൊഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്. ആട്ടിൻ തൊഴുത്ത് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭ എന്ന വിഷയത്തിലായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മളതിൻ്റെ പലമായ വിഷയങ്ങളിലേക്ക് കടന്നുപോയി. അങ്ങനെ എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. 4-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ എന്താണ് ദൈവസഭ എങ്ങനെയായിരിക്കണം അവിടെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചതാണ്. ചില മെസ്സേജുകൾ തന്നെ നമ്മൾ ചില ആഴ്ചകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. സ്തോത്രം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, വിശ്വാസം ഒന്ന്, ആമേ സ്നാനമൊന്ന്, ആമേ കർത്താവ് ഒരുവൻ, ആമേ എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരും ഇരിക്കുന്നവനുമായി ആമേ നമ്മുടെ ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇതാണ് ദൈവസഭയുടെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതില്ലാത്തോടത്ത് ദൈവസഭയല്ല അത്. എന്നാൽ നമ്മളെ ആരും തന്നെ തികഞ്ഞവരല്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ടാസ്ക്. ഇതാണ് ദൈവസഭയുടെ ക്വാളിറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് വചനങ്ങൾ നമുക്ക് മുമ്പിൽ വെളിപ്പെട്ടു വരുമ്പോൾ ഓരോരോ കാര്യത്തിലും എവിടെയെങ്കിലും നമുക്ക് കുറവുകളുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ അതിൽ നിന്നും റിപ്പൻറ്റ് ചെയ്ത് ട്രൂത്തിലേക്ക് വരിക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദീർഘക്ഷമയോടുകൂടെ ഇരുന്ന് നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ആ സമയത്ത് തന്നെ നമ്മുടെ ഹൃദയത്തെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ഈ വചനത്തെ റെസ്പോണ്ട് ചെയ്യുന്നത്, സ്വീകരിക്കുന്നു, റിജക്റ്റ് ചെയ്യുന്നു. പുറമെ ഒരു പക്ഷേ പ്രസംഗിക്കുന്ന ദൈവദാസൻ പോലും അറിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൺമുമ്പിൽ നിന്ന് മറയ്ക്കാൻ ഒരിക്കലും സാധ്യമല്ല. അൾട്ടിമേറ്റ്ലി താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മെ വിശുദ്ധരാക്കി തീർക്കണം. ഇതാണ് ഈ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാന്. അത് അനേക സ്ഥലങ്ങളിൽ ലേവ്യ പുസ്തകം തുടങ്ങി ആമേ ലേഖനങ്ങൾ വരേക്കും വീണ്ടും വീണ്ടും പലയാവർത്തി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകുകയും. ഈ വിശുദ്ധി എന്ന് പറയുന്നത് ഒബീഡിയൻസിൻ്റെ റിസൾട്ടാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞല്ലോ. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ചു. ആണ് പെണ്ണുമായിട്ട് അവനെ സൃഷ്ടിച്ചു. ആമേ സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെതായ സദ്ഗുണങ്ങൾ ആ ഒന്നാം മനുഷ്യനായ ആദാമിനും ഉണ്ടായിരുന്നു. ദൈവം എത്രമാത്രം ഹോളി ആയിരിക്കുന്നുവോ അതേപോലെ ഒന്നാം മനുഷ്യനായ ആദാമും ഹോളി ആയിരുന്നു, വിശുദ്ധനായിരുന്നു. ആ വിശുദ്ധൻ എന്ന അവസ്ഥയിൽ നിന്നും ആദാമിനെ അശുദ്ധൻ എന്ന് എണ്ണപ്പെടുവാൻ കാരണമായി തീർന്നത് അനുസരണക്കേടായിരുന്നു. ദൈവം കൊടുത്തിരുന്ന അതിൻ്റെ വചനത്തിനുള്ള അനുസരണക്കേട്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. തോട്ടത്തിലെ നന്മകളെയും തിന്മകളെയും കുറിച്ച് തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നരുതെന്ന് പറഞ്ഞു, തിന്നു. സ്തോത്രം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. സ്തോത്രം. അപ്പോൾ വിശുദ്ധൻ എന്ന ആദാമിനെ അശുദ്ധൻ എന്ന് എണ്ണപ്പെട്ട് ദൈവരാജ്യത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന്, ഏദനിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം ഡിസൊബീഡിയൻസ് ആയിരുന്നു. എന്നാൽ നേരെ തിരിച്ച് സ്തോത്രം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആമേ സ്തോത്രം ജസ്റ്റ് ഓപ്പോസിറ്റ് ഒബീഡിയൻസ്. ഇതാണ് ഇനി നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും അനേക ദൈവദാസന്മാർ ഈ ഒരു കാര്യം ആഴത്തിൽ പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ കുറച്ച് പേര് മാത്രം, വിരലെണ്ണാവുന്ന പേര് മാത്രമേ, ഒരു പക്ഷേ ഞാനത്ര ഡീപ്പായിട്ട് പോയിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു 10-30 വർഷത്തെ അന്വേഷണത്തിനുള്ളിൽ ഈ ഒബീഡിയൻസ് അല്ലെങ്കിൽ ഒബീഡിയൻസ് ടു ഫെയ്ത്ത് എന്നൊരു സബ്ജക്റ്റിലേക്ക് അധികം ആരും കടന്നു വന്നിട്ടില്ല. ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞല്ലോ, നമ്മുടെ സാൽവേഷൻ അക്കംപ്ലിഷ് ആകുന്നത് അല്ലെങ്കിൽ നമ്മുടെ സാൽവേഷന്റെ ഫുൾ സിംഗിലേക്ക് നമ്മൾ വരണമെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ചില കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിരുന്നു ചില ക്ലാസ്സുകളിൽ കൂടെ. ഫസ്റ്റ് കണ്ടീഷനാണ് അറ്റോൺമെന്റ്. അറ്റോൺമെന്റ് നമുക്ക് അതിനകത്ത് ഒരു പ്രത്യേക പാർട്ടില്ല. അത് പിതാവായ ദൈവവും പുത്രനായ ദൈവവും കൂടെ ചെയ്യുന്ന ഒരു കവനന്റ് ആണ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഡംപ്ഷൻ, കവനന്റ് ഓഫ് റിഡംപ്ഷൻ എന്ന് പറയും. ആ കവനന്റ് ഓഫ് റിഡംപ്ഷന്റെ ഒരു പാർട്ടാണ് അറ്റോൺമെന്റ്. അത് പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ള അഗ്രിമെന്റ് ആണ്. ആ അറ്റോൺമെന്റ് നടക്കാത്തോടത്തോളം ദൈവനീതിക്ക് തൃപ്തി വരുത്തുവാൻ സാധ്യമല്ല. ദൈവനീതിക്ക് തൃപ്തി വരാത്തോടത്തോളം ദൈവത്തിന് എത്ര കരുണയുള്ളവനായാലും എത്ര മഹാദയുള്ളവനായി തന്നെയും മനുഷ്യനോട് കരുണ കാണിപ്പാൻ സാധ്യമല്ല. അങ്ങനെ കാണിച്ചാൽ
അതായത് പാപത്തിന് തക്കതായ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു പ്രായശ്ചിത്തം നടക്കാത്തോടത്തോളം ദൈവം മാനവജാതിയോട് കരുണ കാണിച്ചാൽ, പാപക്ഷമ നടത്തിയാൽ ദൈവരാജ്യത്തിനകത്ത് നിയമവ്യവസ്ഥയ്ക്ക് വിലയില്ലാതായി പോകും. ഇതൊക്കെ നാം ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ടുള്ളതാണ്. അതൊരു കണ്ടീഷൻ, അറ്റോൺമെന്റ്. നെക്സ്റ്റ് കണ്ടീഷനാണ് റിപ്പന്റൻസ്. മനുഷ്യൻ അനുസരണക്കേടിനാലാണ് അശുദ്ധൻ എന്ന് എണ്ണപ്പെട്ടതെങ്കിൽ എൻ്റെ പാപം മുഖാന്തരമാണ്, ആദാമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പാപം മുഖാന്തരമാണ് ഞാൻ ഇന്ന് ദൈവരാജ്യത്തിൽ അകന്നിരിക്കുന്നത്. ദൈവക്രോധമാണ് എൻ്റെ മേൽ വസിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വചനങ്ങളിൽ കൂടെയും വ്യക്തിപരമായിട്ട് നമ്മുടെ സോളിൽ അത് വെളിപ്പെടുത്തും. ഉടനെ അതിൽ നിന്ന് റിപ്പന്റ് ചെയ്യുക. റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ദൈവരാജ്യത്തിൽ വസിക്കത്തക്കവണ്ണം, അൾട്ടിമേറ്റ് ഇന്റൻഷൻ ദൈവ കൽപ്പനയെ അനുസരിക്കുക. മറ്റേത് വിധത്തിലും നമ്മുടെ ഫ്ലഷ്ലി ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ദൈവത്തെ സമീപിക്കുന്നത് ഒന്നും റിപ്പന്റൻസ് അല്ല. അതൊക്കെ നമ്മുടെ സെൽഫിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് മാത്രമാണ്. നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ടോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റേതൊരു വിധത്തിലും നാം ചിന്തിച്ചാലും ഇതൊന്നും റിപ്പന്റൻസ് അല്ല. റിപ്പന്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ, അൾട്ടിമേറ്റ് ഇന്റൻഷനെ മാറ്റുന്നതാണ് റിപ്പന്റൻസ് എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൽ ഞാൻ അനുസരണമുള്ളവനെ വാഴേണ്ടതായിരുന്നു. എന്നാൽ എൻ്റെ പൂർവ്വപിതാവായിരുന്ന ആദാം തുടങ്ങി അനുസരണ കേട് കാണിച്ചതും ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്ത അനുസരണക്കേട് കൊണ്ടാണ് ഞാൻ ഇന്നീ അവസ്ഥയിലായിരിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒബീഡിയൻസിലേക്ക് ഞാൻ തിരിച്ചു വരണ്ടേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. ഇതെല്ലാം സാധിക്കുമെന്ന് കർത്താവ് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്തൊരു കണ്ടീഷനാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. നാം റിപ്പന്റൻസിലേക്ക് വന്ന് അനുസരണത്തിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ഫ്ലഷ് ദൈവത്തോട് ശത്രുത്വമുള്ളതാണ്, ദൈവത്തിന് കീഴ്പ്പെടാത്തതാണ് നമുക്ക് മനസ്സിലാവും. അവിടെയാണ് നമുക്ക് ക്രിസ്തുവിന്റെ നെസസിറ്റി ഡെവലപ്പ് ആകുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അവന്റെ ഹിസ്റ്റോറിക്കൽ നോളേജിലുള്ള ഫെയ്ത്ത് അല്ല. ഞാൻ അനേക സ്ഥലങ്ങളിൽ അനേക പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. നാം ഒബീഡിയൻസിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഉള്ളിലിരിക്കുന്നതായ ഫ്ലഷ് ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമാണെന്ന് മനസ്സിലാകും. അപ്പോഴാണ് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായ ക്രിസ്തു നമുക്ക് ഓഫർ തരുന്നത്. ഇതുവരെ നീ പാപത്തിന്റെ ദാസനായിരുന്നു, എന്നാൽ നീ ഇതുവരെയും ദൈവത്തിലേക്ക് അടുത്തത് നിന്റെ സെൽഫിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ ദ ഡിവൈൻ ലോ നിന്റെ മേൽ നിത്യമായ മരണശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിന്റെ മേലുള്ള മരണശിക്ഷയെ ഞാൻ എൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് നിനക്ക് പകരമായിട്ട് മരിക്കാം. കർത്താവ് യേശു ക്രിസ്തു അത് ചെയ്തു, മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു യേശു നമുക്കൊരു, ഈ ശബ്ദം കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ഓഫർ തരികയാണ്. ഇതുവരെ നിന്റെ പ്രാണന്റെ ഭർത്താവ് നിന്റെ സെൽഫായിരുന്നു. ആ സെൽഫിന്റെ സാറ്റിസ്ഫാക്ഷൻ നീ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതെല്ലാം എഫെസ്യർ 2-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ നിങ്ങൾ അനുസരിച്ച് നടന്നു. ജഡമോഹങ്ങൾക്കും മനവികാരങ്ങൾക്കും അനുസരിച്ച് നടന്നുകൊണ്ട് ലോകത്തെ ജാതികളെ പോലെ ദൈവ ക്രോധത്തിന് അടിമകളായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമുക്കൊരു ഓഫർ തരികയാണ്. നിനക്ക് നിത്യജീവനമാണെങ്കിൽ രണ്ടിടത്തും ഒബീഡിയൻസ് ഇസ് എ കണ്ടീഷൻ. ഹല്ലേലൂയ. ഫസ്റ്റ് ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദ ഫസ്റ്റ് കണ്ടീഷൻ അനുസരണം എന്നുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. ആ ഒബീഡിയൻസ് കണ്ടിന്യൂഷൻ ആയിരുന്നു. എന്നാൽ ഒന്നാം മനുഷ്യനായ ആദാം ഡിസോബീഡിയൻസ് കാണിച്ച് ദ ചിൽഡ്രൻ ഓഫ് ഡിസോബീഡിയൻസ് പേര് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തിരിച്ചൊരു ഒബീഡിയൻസിലേക്ക് വരണമെങ്കിൽ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അറ്റോൺമെന്റ് നടന്നിരിക്കണം. നമ്മുടെ സോളിനൊരു മാറ്റം നടന്നിരിക്കണം. അവിടെയാണ് ക്രിസ്തുവിന്റെ ഡിമാൻഡ്, നെസസിറ്റി നമ്മുടെ സോള് മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മുടെ സോളിന് മനസ്സിലാകും, ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് അനുസരണത്തിലേക്ക് വരുവാൻ സാധ്യമല്ല. ഇത് സോള് റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമേ ഒരു മനുഷ്യൻ വ്യക്തിപരമായിട്ട് ക്രിസ്തുവിനെ തന്റെ ഹൃദയത്തിൽ വാഴുവാൻ, തന്റെ സോളിൽ വാണുകൊണ്ട് അവനുമായിട്ട് അനുസരണത്തിൽ ഒന്നായി തീരുവാൻ താല്പര്യപ്പെടുകയുള്ളൂ.
അതുവരെയുള്ള വിശ്വാസമൊക്കെയും സെൽഫിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയുള്ള അപ്രോച്ചോ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹമോ, നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള ആഗ്രഹമോ, ഇതുകൊണ്ടൊന്നും ദൈവനീതിക്ക് നമ്മോട് കരുണ കാണിക്കാൻ സാധ്യമല്ല. ദൈവനീതിക്ക് സാറ്റിസ്ഫാക്ഷൻ വരണമെങ്കിൽ നമുക്ക് പകരക്കാരനായി പാപയാഗമായി തീർന്ന, സബ്സ്റ്റിറ്റ്യൂഷനായി തീർന്ന ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുവരും നാം സ്വീകരിക്കുകയും അവനുമായിട്ട് ഒബീഡിയൻസിൽ ഒന്നായി ചേരണം. ഈ ഒരു സുവിശേഷമാണ് അപ്പസ്തോലന്മാരെയും കർത്താവ് വരവേൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമേ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു തരുന്നത് വളരെ കുറച്ചു കാര്യം മാത്രമേ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഉപദേശപരമായ ഒരു കാര്യമായിരിക്കാതെ ദൈവവചനത്തിൽ നിന്ന് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു പഠനത്തിലേക്കാണ് ഇന്ന് നാം പോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും ബൈബിൾ എടുക്കണം. സ്തോത്രം. അതുപോലെ തന്നെ ചില വാക്യങ്ങളൊക്കെ ഞാൻ ഓരോരുത്തരും വായിക്കാൻ പറയും. ആ വാക്യങ്ങളൊക്കെ വായിക്കണം. സ്തോത്രം. നിങ്ങളിവിടെ പിക്ചറിൽ കാണുമല്ലോ, അതായത് മോശയുടെ സമാപന കൂടാരം എന്ന് പറയുന്നതാണ് നമുക്ക് ഈ പിക്ചറിൽ കാണുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വാതിൽ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തു എന്നൊരു വാതിലല്ലാതെ ഇതിന് ചുറ്റും നോക്കുക. ആ പ്രാകാരത്തിന് ഒരേ ഒരു വാതിലുള്ളൂ. ആ വാതിൽ നിർത്തിയിരിക്കുന്നത് 4 തൂണുകളിലാണ്. അതായത് 4 സുവിശേഷത്തിൽ കൂടെ നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒബീഡിയൻസിലേക്ക് വീണ്ടും വരണമെങ്കിൽ ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തു നമുക്ക് തരുന്ന ഫ്രീ ഓഫറാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ഒന്നാം മനുഷ്യനായ ആദാമുണ്ടായിട്ടുള്ള ഒരു കവനന്റ് എന്ന് പറഞ്ഞത് ഒബീഡിയൻസ് ആയിരുന്നു. എന്നാൽ ഡിസൊബീഡിയൻസിലേക്ക് വന്നപ്പോൾ മാനവ തലമുറയിൽ നിന്ന് ഒരു മനുഷ്യനെ പോലും ഒബീഡിയൻസ് കൊണ്ട്, ഫുൾ ഒബീഡിയൻസ് കൊണ്ട് രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോഴാണ് ഡിവൈൻ ഗവൺമെന്റ് അടുത്ത ഓഫർ തരുന്നത്, ദ ഗ്രേസ്. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മൂലം സൗജന്യമായി നീതീകരണം നടക്കുക. ഇതൊക്കെയല്ലേ വളരെ ആഴത്തിലുള്ള പഠനത്തിനെ ഞാൻ 1-2 സെന്റൻസിൽ കൂടെ പറയുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായ നീതീകരണം, അതാണ് വാതിൽ കാണിക്കുന്നത്. അത് 4 സുവിശേഷങ്ങളിൽ കൂടെ മാത്രമേ ഓഫറുള്ളൂ. ഒരു പുരാതനങ്ങളിൽ കൂടെയോ ഒരു മിത്തോളജിയിൽ കൂടെയോ മറ്റ് യാതൊരു പുസ്തകങ്ങളിൽ കൂടെയും അത് വെളിപ്പെടുത്തിയിട്ടില്ല. അത് അടുത്ത് കാണുന്നതാണ് യാഗപീഠം. ആ യാഗപീഠത്തിൻ്റെതാണ് അതിന്റെ ആഴം ഇരിക്കുന്നത്. ആ യാഗപീഠം റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? ക്രിസ്തുവിന്റെ യാഗമാണ് കാണിക്കുന്നത്. അതാണ് ക്രൂശിൽ കാണിക്കുന്നത്. മാനവജാതിയുടെ മേൽ വരേണ്ടത് ദൈവ ക്രോധ അഗ്നി തന്റെ പുത്രന്റെ മേൽ ചൊരിയുന്ന ആ അടയാളമാണ് ആ യാഗപ്പെടുത്തി കത്തുന്ന തീ. നാം വ്യക്തിപരമായി ഓരോരുത്തരും പേരും വരേണ്ട ദൈവക്രോധം. ക്രിസ്തുവിനെ കൂടാതെ ആരെങ്കിലും തന്നെ ദൈവത്തേക്ക് അടുത്താൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെ, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടാതെ ആരെങ്കിലും ഏതൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ, ജീവവൃക്ഷത്തിലേക്ക് കൈനീട്ടാൻ ശ്രമിച്ചാൽ അവനെ കൊന്നുകളയുന്നൊക്കെ മണമാണ് തിരിയുന്ന ജ്വാലയുമായിട്ട് കെരൂബിനെ കാവൽ നിർത്തിയത്. ആ വാള് തന്റെ മേൽ സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് കർത്താവ് നമുക്ക് മാനവജാതിക്ക് രക്ഷ നേടിത്തന്നത്. ആ ദൈവക്രോധത്തിന്റെ തീയെയാണ് ഈ യാഗപ്പെടുത്തി കാണിക്കുന്നത്. അവിടെ നാം ഹല്ലേലൂയ ക്രിസ്തുവിനെ നമ്മുടെ കർത്താവായി സ്വീകരിച്ചുകൊണ്ട് ആ യാഗപ്പെടുത്തുമ്പോൾ നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു പൂർണ്ണ സമർപ്പണം, നമുക്കുള്ള സകലത്തിന്റെ ഓണർഷിപ്പ് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ കൈമാറുന്നതാണ് നമ്മുടെ വിശ്വാസം. പിന്നീട് അവനുമായിട്ട് ഒന്നായി ചേർന്ന് മുന്നോട്ട് യാത്ര ചെയ്യുക. അല്ലാത്തോളത്തോളം ഡിവൈൻ ഗവൺമെന്റുമായിട്ട് ഒബീഡിയൻസിലേക്ക് പോകുവാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. നിങ്ങൾ ശ്രമിച്ചു നോക്കുക, അപ്പോൾ അറിയാൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജഡം തലപൊക്കുന്നത്, ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ ഒരു ശക്തിയുമായിട്ടാണ് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുമായിരിക്കുന്നത്. വീണ്ടും ജനം പ്രാപിച്ചവരടക്കം. അവിടെയാണ് നമുക്ക് ക്രിസ്തുവിന്റെ ഒബീഡിയൻസിന് തികഞ്ഞവനായ ക്രിസ്തുവിന്റെ നെസസിറ്റി നമ്മുടെ സോൾ മനസ്സിലാക്കുന്നത്. അതുവരെ നാം പല പ്രാവശ്യം ശ്രമിച്ചു നോക്കും. അവസാനം അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പൗലോസിനെ പോലെ നാം പറയേണ്ടി വരും. അവിടെയാണ് നമ്മുടെ സോളില് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. ഇതെല്ലാം വളരെ ഡീപ്പ് സ്റ്റഡീസുകൾ ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. നമുക്ക് വിശേഷമായിട്ട് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. അതായത് ഒബീഡിയൻസിന്റെ ഈ ന്യൂസ്, സ്തോത്ര വാർത്തകൾ എങ്ങനെയാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്. ബൈബിളിൽ വളരെയധികം വാക്യങ്ങളുണ്ട്. ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, ഹല്ലേലൂയ, മലയാളത്തിലാണെങ്കിൽ
ലിസ്ബത്ത് ആൻറ്റി വായിക്കുന്നതായിരിക്കും. അതുപോലെ ഇംഗ്ലീഷിൽ ഷേർലി ആൻറ്റി വായിക്കുന്നതായിരിക്കും. ആദ്യം മലയാളത്തിൽ ലിസ്ബത്ത് ആൻറ്റി വായിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടത്തും. ഇത് യോഹന്നാനെ കുറിച്ചുള്ള ഒരു പ്രൊഫസിയാണ്. ക്രിസ്തുവിന് മുന്നോടിയായിട്ട് ക്രിസ്തുവിന് വഴിയൊരുക്കുന്ന യോഹന്നാനെ കുറിച്ചുള്ള ഒരു പ്രൊഫസിയാണ്. മലയാളത്തിൽ വായിക്കുമ്പോൾ ഒരുക്കമുള്ള ഒരു ജനത്തെ എന്നാണ് എഴുതിയിരിക്കുന്നത്. വഴങ്ങാത്തവർ എന്ന് പറഞ്ഞാൽ ഡിസോബീഡിയന്റ് ആയിരിക്കുന്ന മനുഷ്യരെ ഒരുക്കമുള്ള നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? നീതിമാൻ ആരാണ്? ഒരുത്തൻ പോലും ദൈവസന്നിധിയിൽ തന്റെ പ്രവൃത്തികൾ കൂടെ നീതിമാന്മാരാകാൻ സാധ്യമല്ല. The only way, that is Christ Jesus. ഇംഗ്ലീഷിൽ വായിച്ചോളൂ. And he will go before him in the spirit and power of Elijah to turn the hearts of the fathers to the children and the disobedient to the wisdom of the just. Yes, the disobedient to the wisdom of the just. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോഹന്നാനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന ഒരു പ്രൊഫസിയായിട്ട് പറയുമ്പോൾ ക്രിസ്തുവിലേക്കാണ് ഗൈഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതേപോലെ തന്നെ അപ്പോസ്തലന്മാരെ വരവേൽപ്പിച്ചിരിക്കുന്ന കാര്യം റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ലിസ്ബത്ത് ആൻറ്റി കേൾക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ വായിച്ചോളൂ. അതിനുശേഷം മോളി ആൻറ്റി ഇംഗ്ലീഷിൽ വായിക്കുന്നതായിരിക്കും. ബ്ലെസ്സി കേൾക്കുന്നുണ്ടോ? റോമൻസ് ചാപ്റ്റർ 1 മലയാളത്തിലാണെങ്കിൽ വേഴ്സ് 5. നാല് കൂടി ചേർത്ത് വായിച്ചോളൂ. ജഡം സംബന്ധിച്ച് ദാവീദ് സന്തതിയായി ജനിക്കും എന്ന് പറഞ്ഞ് വായിച്ചോളൂ. യെസ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചു ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന്റെ ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനാലല്ലോ ഞങ്ങൾ അതിന്റെ നാമത്തിനായി സകല ജാതികളുടെയും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. അപ്പൊ അപ്പസ്തോലിക ശുശ്രൂഷ നൽകിയിരിക്കുന്നത് സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തുക. ഈ ഒരു സബ്ജക്റ്റ് വളരെ ഡീപ്പും വളരെ ഇമ്പോർട്ടന്റും നമ്മുടെ സാൽവേഷൻ അക്കംപ്ലിഷ് ചെയ്യണമെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇൻഡിസ്പെൻസിബിൾ ആയിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇത്. വളരെയധികം ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന കേട്ടിട്ടില്ല. പക്ഷെ ബൈബിളിൽ അനേക വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഉപദേശം സ്ഥാപിക്കുവാൻ ഞാൻ വാക്യങ്ങൾ മാത്രം ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ദൈവവചനത്തില് പുതിയ നിയമം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പഴയ നിയമത്തിലും അനേക കാര്യങ്ങൾ നമുക്ക് കാണാം. ഞാൻ പുതിയ നിയമത്തിൽ മാത്രമേ വാക്യങ്ങൾ കോട്ട് ചെയ്തിട്ടുള്ളൂ. ഇംഗ്ലീഷിൽ വായിച്ചോളൂ. റോമാലേഖനം ചാപ്റ്റർ 1 verses 5. മോളിയായിട്ട് വായിച്ചോളൂ. Again, obedience to the faith. ഈ ഒബീഡിയൻസ് ടു ഫെയ്ത്ത് എന്ന സബ്ജക്റ്റ് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അപ്പോസ്തലനായ പൗലോസിനെ വിളിക്കുന്ന സമയത്ത് പൗലോസിനെ കുറിച്ചുള്ള ശുശ്രൂഷയെ കുറിച്ചാണ് നാം വായിക്കാൻ പോകുന്നത്. മോളിയാൻ ഇംഗ്ലീഷിൽ വായിക്കണം. ആക്സിലെ ചാപ്റ്റർ 26 verses 15 to 20 വരെ വായിക്കണം. മലയാളത്തിലെ ബ്ലെസ്സി കേൾക്കുന്നുണ്ടോ? മലയാളത്തിൽ വായിച്ചോളൂ. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 15 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങള്. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാം. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷ ആവാനിരിക്കുന്നതിനും നിന്റെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും
അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കസിലും യെരുശലേമിലും യഹൂദ്യദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ഇത് 26-ാം അധ്യായം അപ്പസ്തോല പ്രവൃത്തിയില് പൗലോസ് അഗ്രിപ്പാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പൗലോസിനെ കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ കർത്താവിനെ അവരോട് നേരിട്ട് സംസാരിച്ചു. അപ്പൊ അവിടെ പറയുന്നിരിക്കുന്നത് എന്താണ്? ഡിവൈൻ ആലോചനയോട്, ഡിവൈൻ കൗൺസിലിങ്ങിനോട് ഞാൻ അനുസരണക്കേട് കാണിക്കാതെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാണ് ഒബീഡിയൻസിലേക്ക് വരുന്നത്? പൗലോസിനെ ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു സന്ദർശിച്ചു, തന്നെ കുറിച്ചുള്ള ആലോചന എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ആ ആലോചന, അവൻ ന്യായപ്രമാണത്തിൽ തികഞ്ഞവനായിരുന്നു, പരീശനായിരുന്നു, ഒബീഡിയൻസിൽ കൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ കൂടെ നീതീകരണം അന്വേഷിച്ചുകൊണ്ടിരിക്കത്തക്കൂടെ ന്യായപ്രമാണത്തിന് യുഗത്തിലുള്ളവൻ തന്നെയാണ്. എന്നാൽ വിശ്വാസത്താൽ, തന്നിലുള്ള വിശ്വാസത്താൽ നീതിമാന്മാരുടെ അവകാശത്തിലേക്ക്, പാപമോചനം ലഭിക്കുന്നത്, സാത്താന്റെ അധികാരത്തിൽ ദൈവത്തിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യത്തെ കുറിച്ചുകൊണ്ട് അവൻ ജാതികളുടെ സുവിശേഷം അറിയിക്കണം എന്ന് ഒരു ആലോചന കൊടുത്തപ്പോൾ അവിടെ പറയുന്നതാണ് സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. അപ്പോൾ വിശ്വാസത്തിന് അനുസരണം എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പൗലോസ്, ഞാൻ വീണ്ടും പറഞ്ഞു, പൗലോസിന് ഒരു ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ള ആലോചന പറഞ്ഞു കൊടുത്തു. അപ്പൊ ന്യായപ്രമാണ പ്രകാരം പ്രവർത്തിയാൽ നീതീകരണം പ്രാപിക്കുമെന്ന് ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം നിലനിൽക്കുന്ന സമയത്ത് അതിനെതിരായി നിൽക്കുന്ന സുവിശേഷത്താലുള്ള വിശ്വാസത്താൽ, ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ക്രിസ്ത്യാനിറ്റി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡമാസ്കോസിലുള്ള വിശുദ്ധന്മാര് വിശ്വാസികളെ പിടിച്ച് തടവിലാക്കി യെരുശലേമിൽ കൊണ്ടുവന്നു ഉപദ്രവിക്കത്തക്കവണ്ണം മഹാപുരോഹിതന്മാരുടെ കൽപ്പനയുമായിട്ട് യാത്ര ചെയ്യുന്ന പൗലോസിനെ ആയിരുന്നല്ലോ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു സന്ദർശിച്ചത്. അപ്പോൾ അവൻ വിശ്വസിച്ചിരുന്ന ഈ വിശ്വാസത്തിന് ഓപ്പോസിറ്റ് ഉള്ള കാര്യമാണ് പറയുന്നത്. തന്നിലുള്ള വിശ്വാസത്താൽ നീതിമാന്മാരുടെ കൂടുതൽ അവകാശം പ്രാപിക്കുക, പാപമോചനം ലഭിക്കുക, സ്തോത്രം, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുക, സാത്താന്റെ അധികാരത്തിൽ ദൈവത്തിലേക്ക് പ്രവേശിക്കുക. ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് എന്താണ്? ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ഞാൻ തുടർന്ന് ദൈവം എന്നോട് കൽപ്പിച്ചതുപോലെ ശുശ്രൂഷ ചെയ്തു. സ്തോത്രം. ആക്ട്സ് 26:15-20 വായിച്ചോളൂ, ഇംഗ്ലീഷിൽ വായിച്ചോളൂ. So I said, who are you, Lord? And he said, I am Jesus, whom you are persecuting. But rise and stand on your feet, for I have appeared to you for this purpose, to make you a minister and a witness both of the things which you have seen and of the things which I will yet reveal to you. I will deliver you from the Jewish people as well as from the Gentiles, to whom I now send you, to open their eyes in order to turn them from darkness to light and from the power of Satan to God, that they may receive forgiveness of sins and an inheritance among those who are sanctified by faith in me. Therefore, King Agrippa, I was not disobedient to the heavenly vision, but declared first to those in Damascus and in Jerusalem and throughout all the region of Judea, and then to the Gentiles, that they should repent, turn to God, and do works befitting repentance. ആമേൻ. അവിടെ ഡു വർക്സ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു കാര്യം നമുക്ക് ദൈവം കൃപ ചെയ്യാതെ ഒരു പക്ഷേ ഇന്ന് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം എന്താണ് ഡു വർക്സ് എന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ചിന്തിക്കാനുള്ളത് ആക്ട്സിൽ 6:7 പ്രിസ്ക വായിക്കുന്നതായിരിക്കും. ആക്ട്സിൽ ചാപ്റ്റർ 6:7 മലയാളത്തില് മാത്യു വായിക്കുന്നതായിരിക്കും. മലയാളത്തിൽ ആദ്യം വായിച്ചോളൂ. 6:7. ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ഇംഗ്ലീഷ് നമുക്ക് വായിക്കാം. പ്ലീസ് വായിച്ചോളൂ. ഓക്കെ. And the number of disciples multiplied in Jerusalem greatly, and a great number of priests were obedient to the faith. A great number of priests were obedient to the faith എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഇന്ന് അനേക
പ്രാസംഗികരിൽ കൂടെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടിയിട്ടില്ല. എന്താണ് ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നാം അനുസരിക്കേണ്ടത്? മിക്കവാറും ക്രിസ്തീയ ഗോളത്തിൽ നല്ലൊരു ശതമാനം 99% എന്ന് വേണമെങ്കിൽ പറയാം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ ഒരു വിശ്വാസം മാത്രമേ ഉള്ളത്. പെർഫെക്റ്റ് ആണ്, തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു കണ്ടീഷൻ മാത്രമേ ആകുന്നുള്ളൂ. ഉയർത്തെഴുന്നേൽപ്പിന് ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ രാജാവായിട്ട് വാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവരായ സ്വർഗത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് വാഴുന്നത് പോലെ തന്നെ നമ്മളിലും വസിച്ചുകൊണ്ട് നമ്മളിലും നമ്മിൽ കൂടെയും സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം നടത്തണം. ഇതാണ് ഈ വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വിശ്വാസത്തില് സ്തോത്രം നാം അവനെ ആ പേഴ്സണല് വ്യക്തിപരമായിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവരായി ക്രിസ്തുവിൽ നാം ആശ്രയിക്കുകയാണ്. കുറച്ചും കൂടി നല്ല വേഴ്സ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ റിലൈ ഓൺ, ട്രസ്റ്റ് ഇൻ എന്ന വേർഡുകളാണ് ഉപയോഗിക്കേണ്ടത്. വിശ്വാസം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നാം വായിക്കുമ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ മറ്റ് ജനറൽ സബ്ജക്റ്റുകളിൽ നമ്മൾ ഒരാളിപ്പോ നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണ്, ഓക്കെ, വഴി ചോദിച്ചു, ഒരാൾ പറഞ്ഞു തന്നു, നമ്മളതിനെ വിശ്വസിച്ചു, യാത്ര തുടർന്നു. അങ്ങനെ ഒരു ജനറൽ മീനിങ് മാത്രമേ ക്രിസ്തുവിനെ കുറിച്ച് പലവരുടെ ഹൃദയത്തിലുള്ളൂ. ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യണം. ഇത് നമ്മുടെ സേവിങ് ഫെയ്ത്ത് അല്ല. ഈ ബൈബിളിൽ കൂടെ തന്നെ കിട്ടിയ നോളജാണ്. അവൻ ആരായിരുന്നു? അവൻ സൃഷ്ടിതാവായിരുന്നു, ദൈവമായിരുന്നു. സ്തോത്രം സകലത്തെ പരിപാലിക്കുന്നവൻ തന്നെയാണ് അവൻ. സ്തോത്രം അവൻ മനുഷ്യരുടെ പാപമോചനത്തിന് വേണ്ടി മനുഷ്യരെ പോലെ ശരീരവും പ്രാണനും ആത്മാവുള്ളവനായിട്ട് മാനിഫെസ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവൻ നമ്മളുടെ പാർത്തു. ഇതെല്ലാം അവൻ തിരുവഴുത്തിൽ പ്രകാരം ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ട് മരിച്ചു, തിരുവഴുത്തിൽ പ്രകാരം അടക്കപ്പെട്ടു, തിരുവഴുത്തിൽ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം ബൈബിളിൽ തന്നെ കിട്ടുന്ന നോളജ് തന്നെയാണ്. ഈ നോളജിൽ കൂടെ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് ഒബീഡിയൻസിൽ പെർഫെക്റ്റ് ആകുന്ന ഒരു സോൾ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഹിസ്റ്റോറിക്കൽ നോളജുള്ള ഫെയ്ത്ത് കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. സ്വർഗത്തിൽ ഡിസൊബീഡിയൻസിന് ഒരു സ്ഥാനവുമില്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത കുറച്ച് വാക്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാം. ദൈവകൃപ ചെയ്യുകയാണെങ്കിൽ സ്തോത്രം. റോമൻ ചാപ്റ്റർ 6 വേഴ്സ് 16 ആണ് ഇംഗ്ലീഷിൽ വായിക്കേണ്ടത്. പ്രിസ്ക വായിക്കും ഇംഗ്ലീഷിൽ, മാത്യു മലയാളത്തിൽ വായിച്ചോളൂ. Romans chapter 6 verse 16. ഒരു നാളും വരുത് നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവയ്ക്ക് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. അപ്പൊ ആർക്കാണ് അനുസരിക്കേണ്ടത്? ഇനി അടുത്തൊരു കാര്യം കൂടെ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാണ്. ഈ അനുസരണം എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് കാര്യം ചിന്തിച്ചിരിക്കുന്നത് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ. സ്തോത്രം. അതായത് മറിയുടെ പ്രസംഗം, അവിടെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഇടത്ത് ഒരു ചേട്ടത്ത് അടിക്കുന്നതിന്റെ മറുചേട്ട് കൂടെ കാണിച്ചു കൊടുക്കുക, നിന്റെ വസ്ത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഉടുപ്പും കൂടെ കൊടുക്കുക. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം ഒബീഡിയൻസ് ആണോ? അല്ലെ അപ്പസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്, ആ കാര്യങ്ങൾ മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ നാം പുതിയ നിയമത്തിന്റെ ഒരു ന്യായപ്രമാണം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കേണ്ട ആവശ്യകത വരുന്നില്ല. ബൈബിള് നമ്മൾ വായിച്ചു, കൽപ്പന തന്നിരിക്കുന്നത് നമ്മൾ വായിച്ചു. ഇവൻ സ്ഥാനപ്പെട്ട സമയത്ത് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലും ഭൂമി സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകിയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിച്ച് നടക്കാൻ ഉപദേശിച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവ് കൽപ്പിച്ച് മാത്രം പഠിച്ചാൽ പോരെ. അവിടെ ക്രിസ്തുവിന്റെ ആവശ്യകത എന്താ വരുന്നത്? നാം ഈ അനുസരിക്കാൻ സ്റ്റെപ്പ് വെക്കുമ്പോൾ അറിയാം നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ജഡത്തിന്റെ സ്വഭാവം. അത് മനസ്സിലാക്കിയിട്ടാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നന്മ ചെയ്യുന്ന ആഗ്രഹം എനിക്കുണ്ട്, തിന്മ ഞാൻ വെറുക്കുന്നു. പക്ഷെ ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നെങ്കിലും അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ അരിഷ്ടത നമ്മുടെ സോളിൽ വെളിപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഓരോ സബ്ജക്റ്റിലും ക്രിസ്തുവിനെ സ്വീകരിക്കാൻ താല്പര്യപ്പെടുകയുള്ളൂ. ഇനി ക്രിസ്തുവിനെ സ്വീകരിച്ചു,
അതൊരു ഇമാജിനേഷൻ അല്ല, ഒരു മിത്തോളജി അല്ല. ഇറ്റ്സ് എ പേഴ്സൺ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അവന് ഇൻഫ്ലുവൻസ്, നമ്മുടെ സോളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുണ്ട്. നമ്മുടെ ഓരോ സബ്ജക്റ്റിലും, ഭൗതികമായിട്ട് ആത്മീയമായിട്ടുള്ള ഓരോ സബ്ജക്റ്റിലും അവന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മെ കൂടാതെ എല്ലാവരും നമ്മളെ രക്ഷിക്കുന്നത്. ആ ഇൻഫ്ലുവൻസ് കൊണ്ട് ആത്മീയമായതായിട്ട് ഭൗതികമായിട്ട് ഓരോ പ്രവൃത്തികളും ചെയ്യുന്നതാണ് അവനുമായിട്ടുള്ള ഒബീഡിയൻസ്, ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളൊരു കാര്യം ചെയ്യാൻ താല്പര്യപ്പെട്ട് പെട്ടെന്ന് നോ പോകണ്ട എന്നൊരു കമാൻഡ് നമുക്ക്, ഇതെല്ലാം വളരെ സൂക്ഷ്മതയോടായിരിക്കണം. ദുഷ്ടാത്മാവ് കയറും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ വളരെ അദ്ദേഹം പറഞ്ഞത്, യാഗപീഠത്തിന്റെ പിക്ചർ ഞാൻ കാണിച്ചു തന്നത്, യാഗപീഠത്തുമേ നമ്മുടെ സമ്പൂർണമായ ഒരു സമർപ്പണം ആവശ്യമാണ്. ക്രിസ്തു എന്ന വാതിൽ കൂടെ അകത്ത് പ്രവേശിച്ച് യാഗപീഠത്തുമേ ഒരു സമ്പൂർണ്ണ സമർപ്പണം ഇല്ലെങ്കിൽ, നമ്മുടെ ഫ്ലഷിന്റെ ഡിസയേഴ്സിന് വേണ്ടി ദൈവത്തിലേക്ക് അടുക്കുകയാണെങ്കിൽ ദൈവമല്ല പ്രവർത്തിക്കുക. ദുഷ്ടാത്മാവ് കയറി ആലോചന പറഞ്ഞു കൊടുക്കും. അങ്ങനെ അനേകരിന്ന് പെന്തിക്കോസ്ത് കോളത്തിലുണ്ട്. ഈ വ്യാജ പ്രവചനങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അവരോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാവും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. അതുകൊണ്ട് യാഗപീഠത്തിനുള്ള സമർപ്പണം പെർഫെക്റ്റ് ആക്കുക. യാഗപീഠത്തിലുള്ള സമർപ്പണം പെർഫെക്റ്റ് ആയാൽ പിന്നെ ദുഷ്ടാത്മാവല്ല പ്രവർത്തിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റവനായി കർത്താവ് തന്നെ പ്രവർത്തിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വളരെ സൂക്ഷ്മതയോടും കൂടി ആയിരിക്കണം ഈ ഒരു പാതയിൽ നാം സ്റ്റെപ്പ് വയ്ക്കാൻ. അനേകര് നിങ്ങൾക്ക് ആരും തന്നെ ഉപദേശിച്ച് തരാനുണ്ടാകുകയില്ല. നിങ്ങൾ സ്വീകരിക്കുന്ന ക്രിസ്തു തന്നെ അവരുമായിട്ട് നിങ്ങൾ ഒന്നായി ഒബീഡിയൻസിൽ പെർഫെക്റ്റ് ആയി തീരണം. അതുകൊണ്ട് ആ യാഗപീഠത്തിലുള്ള സമർപ്പണം, കർത്താവേ എനിക്ക് പകരം നീ വെന്തെരിഞ്ഞു, ഞാൻ വെന്തെരിയേണ്ട സ്ഥാനത്ത് നീ എനിക്ക് പകരമായിട്ട് വെന്തെരിഞ്ഞു. അതായിരുന്നു പിതാവിന്റെ ഇഷ്ടം. ഞാനിതാ എനിക്കുള്ള സകലത്തിൻ്റെയും ഓണർഷിപ്പ് നിനക്ക് കൈമാറുകയാണ്. എൻ്റെ ഡിസൈർസ് പലതും ഉണ്ടാകാം, പലയിടത്തും ഞാൻ വ്യതിചലിച്ചു പോയിട്ടുണ്ടാകാം. എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കാനേ സാധിക്കുകയുള്ളൂ. ഒബീഡിയൻസിൽ ഒന്നായി തീരണം. എന്നാൽ നമ്മുടെ സാൽവേഷൻ നമുക്ക് അക്കംപ്ലിഷ് ആകാം. നാം നിത്യതയിൽ ഇപ്പോഴും വരുവാനുള്ള ലോകത്തിലും ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരിക്കും. ഈ വചനം നമ്മൾ വളരട്ടെ, നമ്മൾ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, നിന്റെ കൃപയാൽ ഈ സത്യത്തിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കുന്നുള്ളൂ. ഞങ്ങൾ ആരും തന്നെ കർത്താവേ നിന്നോട് അനുസരണത്തിൽ തികഞ്ഞവരല്ല. എങ്കിലും നിന്റെ ദീർഘക്ഷമയാലും മഹാദയാലും നിന്റെ സ്നേഹത്തെ ക്രൂശിൽ വെളിപ്പെടുത്തിയ ആ ഒരേ ഒരു മെറിറ്റിൽ ഈ ശബ്ദം കേൾക്കുന്ന ഏവരെയും കർത്താവ് നിന്നോട് അനുസരണത്തിൽ തികഞ്ഞവരായി നിത്യത്തിൽ നിന്നോടുകൂടെ വാഴുവാൻ യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ കഷ്ടങ്ങളിലൊക്കെയും അവിടെ കൂടെ ഇരുന്ന നീ അവരെ ഇളകാതെ അവിടെ നീ ദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. വചനം മാറുകയില്ല. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു. അതിന് ഞങ്ങൾ ആമേൻ പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ നാം കേട്ടതായിട്ടുള്ള വചനത്തിന്മേൽ നാം സമർപ്പിച്ച സമർപ്പണത്തിന്മേൽ നാം അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്മേൽ ഈ നിമിഷം തുടങ്ങി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത വരെയും പ്രവർത്തിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൻ ചെയ്ത് നൽകിയ ദൈവത്തെ കരങ്ങളെ ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. സ്തോത്രം. താങ്ക് യു.